കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പല ഭാഗങ്ങളും ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല. പഴയ ബിൽഡിംഗ് ആയതിൻ്റെ പല പോരായ്മകളും ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് എന്നുള്ളതല്ല, ഏതൊരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാലും അവിടെ എത്രത്തോളം ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ഒരു രോഗിക്ക് എത്രത്തോളം അവിടെ ആക്സസബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ അനസ്തേഷ്യ വിഭാഗം അത് 3ാമത്തെ ഫ്ലോറിലാണ്. പക്ഷേ എല്ലാ ഓപ്പറേഷന് മുന്നേയും അനസ്തേഷ്യ ഫിറ്റ്നസ് എടുക്കണം. അപ്പോൾ അനസ്തേഷ്യ ഫിറ്റ്നസ് എടുക്കാൻ ഈ പ്രീ ഓപ്പറേറ്റീവ് പേഷ്യൻസ് എല്ലാം സ്റ്റെപ്പ് കയറി മേലോട്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്നെ മാത്രം കൺസിഡർ ചെയ്തല്ല, ഒരു ആശുപത്രിയിൽ വരുന്ന രോഗികളാണ്. അതുകൊണ്ടല്ലേ നമ്മൾ രോഗികൾ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയോ തരത്തിൽ അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ രോഗികൾ എന്നുള്ള ഒരു പേരിൽ അവരെ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ആക്സസിബിൾ ആയ രീതിയിലായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഹോസ്പിറ്റലിൻ്റെ. എന്തെങ്കിലും കുഞ്ഞ് അസുഖം വന്നാൽ നമ്മൾ ഡയറക്റ്റായിട്ട് മെഡിക്കൽ കോളേജിലല്ലല്ലോ അപ്രോച്ച് ചെയ്യുക. നമ്മൾ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റലുകളിലാണ് ആദ്യം പോവുക. അപ്പം ആ സ്ഥലങ്ങളൊന്നും ഇപ്പോഴും ഡിസേബിൾ ഫ്രണ്ട്ലി ആവുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ പരാതിയായി ബന്ധപ്പെടേണ്ട അധികൃതരെ അറിയിക്കുമ്പോഴും അതെന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത്, ഈ പരാതികൾ അവിടെ കിട്ടിയതിന് ശേഷവും ഇതെന്തുകൊണ്ടാണ് അപ്രൂവ് ആവാത്തത്, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താന്ന് വെച്ചാൽ, ഡിസേബിൾഡ് ആയ ഒരാൾക്ക് വേണ്ടി ഒരു ഡിസേബിൾഡ് ആയ ആൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് ഡിസേബിൾഡ് ആയ ഒരാൾക്ക് വേണ്ടി നോൺ ഡിസേബിൾഡ് ആയ ഒരുപാട് പേര് സംസാരിക്കുന്നതാണ്.